നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രാമീയ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ദേശീയപാത 66 മതിലകം പുതിയകാവിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. കൈപ്പമംഗലം സ്വദേശിയും ശ്രീനാരായണപുരത്ത് താമസക്കാരനുമായ നടക്കൽ രാമന്റെ മകൻ ജ്യോതി പ്രകാശനാണ് മരിച്ചത്. 63 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 8 മണിയോടെ പുതിയകാവ് മദ്രസയ്ക്ക് മുന്നിലായിരുന്നു അപകടം. വടക്ക് ഭാഗത്ത് നിന്നും വന്നിരുന്ന കാറാണ് എതിരെ വന്നിരുന്ന ബൈക്കിൽ ഇടിച്ചത്. ഉടൻ തന്നെ ആക്സ് പ്രവർത്തകർ പരിക്കേറ്റയാളെ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൈപ്പമംഗലത്ത് സ്വന്തം വീടിന്റെ നിർമ്മാണ സ്ഥലത്തേക്ക് പോകവെയാണ് അപകടമുണ്ടായത്. മതിലകം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയായി KV അബ്ദുൽ ഖാദറിനെ ജില്ലാ സമ്മേളനം തെരഞ്ഞെടുത്തു. യുവജന രംഗത്തുകൂടി പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ KV അബ്ദുൽ ഖാദർ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും LDF ജില്ലാ കൺവീനറുമാണ്. പ്രവാസി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാനുമാണ്. പെരിഞ്ഞനം SSDP സമാജം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിനോടനുബന്ധിച്ച് പാൽക്കുടം എഴുന്നള്ളിപ്പ് നടത്തി. പെരിഞ്ഞനം ഈസ്റ്റ് മേഖലയുടെ നേതൃത്വത്തിൽ കൊച്ചിപ്പറമ്പത്ത് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച വിവിധ താളമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു. കൊച്ചിപ്പറമ്പത്ത് ക്ഷേത്രം ശാന്തി സലീൽ പാണാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഈസ്റ്റ് മേഖല ഭാരവാഹികളായ ജിഷോയ് അറക്കൽ, സജിൻ തോട്ടുങ്ങൽ, അഖിൽ പറമ്പിൽ, കൊച്ചിപ്പറമ്പത്ത് ക്ഷേത്രം ഭാരവാഹികളായ KK ബാബുരാജ്, KV വിനോദ്, KK അരവിന്ദൻ എന്നിവർ നേതൃത്വം നൽകി. നിരവധി ഭക്തർ പാൽക്കുടം എഴുന്നള്ളിപ്പിൽ അണിനിരന്നു. അഖില കേരള ബൊക്ക ജൂനിയേഴ്സ് ടൂർണമെന്റ് ഫിക്സ്ചർ 2025 വലപ്പാട് സ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിച്ചു. രണ്ടാം ദിവസത്തിലെ വാശിയേറിയ മത്സരത്തിൽ പ്ലേ ബോയ്സ് കുട്ടനെല്ലൂർ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ബ്ലോക്ക് 7 തോൽപ്പിച്ചു. വലപ്പാട് സബ് ഇൻസ്പെക്ടർ ജിഷ്ണു, സന്തോഷ് ചിറ്റ്ലപ്പള്ളി എന്നിവർ മുഖ്യാതിഥികളായി. ലാൽ കച്ചില്ലം, KK ഭരതൻ, മണികണ്ഠൻ KS, PS ബിജോയ്, PSP നസീർ, അശോകൻ കാളക്കൊടുവത്ത് എന്നിവർ സംസാരിച്ചു. ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് സിദാൻ ബോയ്സ് കരുവന്തലയും ഗ്രാമവേദി അഞ്ചങ്ങാടിയുമായി ഏറ്റുമുട്ടും. ചന്ദ്രാപ്പിനി വേദോട്ടിൽ ശ്രീ ഭദ്രാദേവി ഘണ്ഠാകർണ ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി ഹരിഹരസുധൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാവിലെ ശിവേലി, വൈകിട്ട് പകൽപൂരം, തുടർന്ന് ദീപാരാധന, വർണ്ണമഴ എന്നിവ നടന്നു. ഗജവീരൻ കൊളക്കാടൻ ശിവപ്രസാദ് ദേവിയുടെ തിരമ്പേറ്റി. വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ താലം വരവും ഉണ്ടായിരുന്നു. ഇതോടുകൂടി ഗ്രാമീയ ഉച്ചവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.